മര്യാദയ്ക്ക് നേഴ്സിംഗ് പഠിച്ചോണം. ചോദ്യം ചെയ്തേക്കരുത്. ചെയ്താൽ കണ്ടല്ലോ. ഇതേ പറയാനൊരു കാരണം, കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടായിരുന്നു. മയക്കുമരുന്ന് മാഫിയക്കെതിരെ ചില കുപ്രസിദ്ധ മാനേജ്മെന്റ് രംഗത്ത് വന്നു, മയക്കുമരുന്ന് കച്ചവടം എല്ലാം നിന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതിൽ ഈ മയക്കുമരുന്ന് ഇടപാടിന് DGP കാണാൻ പോയത് രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാലയിലെ പ്രശസ്തനായ സെനറ്റ് മെമ്പർ മെൽവിൻ മൈക്കൽ, അദ്ദേഹമാണ് പോയത്. അത് കണ്ടിട്ട് അന്ന് ഞാൻ ആ വാർത്ത ഇട്ടപ്പം ഒരാൾ ഒരു കമൻറ്റ് പറഞ്ഞേ. ആ കമൻറ്റ് ഞാൻ ഇവിടുത്തെ ഇത് കണ്ടോ. അവൻ ഇലക്ഷനിൽ നിന്ന് സെനറ്റ് മെമ്പറായ യൂട്യൂബിൽ ലൈവ് ഉണ്ടായിരുന്നു. ദ ഫസ്റ്റ് എലക്റ്റഡ് മലയാളി സെനറ്റ് മെമ്പർ, പ്രൗഡ് ഓഫ് ഹിം. അവരൊക്കെ ഉള്ള കൊണ്ട് ആ പല ഡ്രഗ് വാങ്ങലും തലപ്പൊക്കാത്ത. ഐ നോ ദം പേഴ്സണലി, റിയൽ സോഷ്യൽ വർക്കേഴ്സ്. മെഡിക്കൽ ടെസ്റ്റ് ചെയ്ത് അഡ്മിഷൻ എടുക്കുന്ന താൻ മണ്ടനാണോ? മെഡിക്കൽ ടെസ്റ്റ് ചെയ്ത് അഡ്മിഷൻ എടുക്കുന്നത് ഞാൻ മണ്ടനാണോ? ഞാൻ മണ്ടനൊന്നുമല്ല. ഇതിനെപ്പറ്റി ഇതേ സെനറ്റ് മെമ്പറിന്റെ തനി ഗുണം, തനി സ്വഭാവം അവിടുത്തെ കുട്ടികൾ തന്നെ പറയുന്നുണ്ട്. ഒന്ന് കേട്ടോ. ഹലോ 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 എവിടുന്നാ വിളിക്കുന്നത്? ശാന്തിധാമ കോളേജ്. എവിടുന്നാ വിളിക്കുന്നത്? ബാംഗ്ലൂര്. ഓ, ശാന്തിധാമ കോളേജിൽ നിന്ന് വിളിക്കുക. എന്താണ് ചോദിക്കൂ. നിങ്ങളിപ്പം നിലവില് നിങ്ങൾ ഇരിക്കുന്ന ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്? ഞങ്ങളിരിക്കുന്ന ക്ലാസ്സിൽ 200 പിള്ളേര്. 200 പിള്ളേര്. ഇപ്പൊ സംസാരിക്കുന്ന വ്യക്തി ഏത് കോളേജിൽ അഡ്മിഷൻ? ശാന്തിധാമ ഇൻസ്റ്റിറ്റ്യൂട്ട്. പക്ഷെ ഒറ്റ ക്ലാസ്സിൽ ഇരുത്തിയുള്ളത്. അത് തന്നെ വലിയ മോനെ, അത് തന്നെ വലിയ തട്ടിപ്പാ മക്കളെ. SRS, കൃപ, പിന്നെ എന്താണ്, പിന്നെ വേറെ കോളേജ് ഉണ്ട്. നിങ്ങൾ ഈ 200 പേര് ഒന്നിച്ചിട്ട് നിങ്ങൾ ചോദ്യം ചെയ്തില്ലേ? എന്റെ മക്കളെ, മക്കളെ നിങ്ങൾ എത്ര വയസ്സാ നിങ്ങൾക്കുള്ളത്? 18 വയസ്സ് 19 വയസ്സ്. നിങ്ങൾക്കൊന്നും ചോദിക്കാനുള്ള റൈറ്റ് ഇല്ലെന്ന് പറഞ്ഞ എന്നതാ മോനെ ഇത്? അതല്ല, തോക്കൊക്കെ കോളേജിൽ. തോക്കോ? മെൽവിൻ സാർ തോക്കും പറഞ്ഞാലാണോ പഠിപ്പിക്കുക ചെയ്യുന്നത്? എന്നിട്ട് ആദ്യം തോക്ക് കാണിക്കാൻ വേണ്ടിയാണ്ട് കോളേജിന്റെ മുന്നിൽ നിന്ന് ഷർട്ട് വെക്കുക. തോക്ക് കാണിക്കാനായിട്ട് കോളേജിൽ മുമ്പ് ഷർട്ട് വെക്കുവോ? അതായത് അരയിലാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഷർട്ട് വെക്കുക. തോക്ക് ചൂണ്ടി ആ പിള്ളേരെ പഠിപ്പിക്കുന്നത്. ഇതൊക്കെ രക്ഷിതാക്കള് അറിഞ്ഞും കേട്ടും മിണ്ടാതിരിക്കുക. മക്കളുടെ ഭാവിക്ക് യാതൊരു വിലയില്ലേ എൻ്റെ രക്ഷിതാക്കളെ. ഈ സെനറ്റ് മെമ്പറോ ഒരു അധ്യാപകന്റെ സ്ഥാനമാണ്. എന്താ പറയുന്നത്? മാതാപിതാ ഗുരു ദൈവം. ഒന്നുമില്ല. അനുഭവിക്കേണ്ട മക്കള് അനുഭവിക്കുക തന്നെ ചെയ്യും.